ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തങ്ങന്മാരെ പോലീസ പഠിപ്പിക്കുന്നവര്, നമ്മളെ പഠിപ്പിക്കുന്നവര്, അവരൊക്കെ ആരായിരുന്നു അറിയോ? അവര് പലരും പൂക്കോയ തങ്ങളുടെയും ബാഫി തങ്ങളുടെയും തങ്ങളെ ഭാഗത്ത് അതിന് പൂക്കോയ തങ്ങളുടെ തലയിൽ 5-6 മുളപ്പിച്ചവരാ. കേട്ടിട്ടുണ്ട്? മുദ്രവായും കേട്ടിട്ടുണ്ടോ? 5-6 മുളപ്പിക്കും അറിഞ്ഞിരുന്നു. അന്ന് അവരൊരു വിമത ലീഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതാ. മുദ്രാവാക്യം വിളിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടിയിട്ട്. അവരാണ് ഉമ്മർ ഫൈസിനൊക്കെ ഇപ്പം തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കാൻ വരുന്നത്. അന്ന് നമ്മൾ തങ്ങന്മാരെ കൂടെ തന്നെയായിരുന്നു. വഹാബികൾ അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയുന്നവരാ. അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കൂട്ടുപിടിക്കരുത് തങ്ങളെ നമ്മൾ തങ്ങന്മാരോട് പറയുന്നത്. അവരെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് നിങ്ങൾ മുറിക്കലാകും, താഴെ വീഴും. വഹാബി മൗദൂദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ഈ പറഞ്ഞ മഹാന്മാരൊന്നും ഒരു വഹാബികളുടെ യോഗത്തിനോ പരിപാടികൾക്കോ പോയിട്ടില്ല, അതിന് പ്രോത്സാഹനം നൽകിയിട്ടുമില്ല. ബാഫി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ ശക്തമായിട്ട് എതിർത്തത് വഹാബികളും മൗദൂദികളും തന്നെയാണ്. രാഷ്ട്രീയം എന്ന നിലക്ക് മുസ്ലിം ലീഗിൽ അവരുണ്ടാവുന്നത് അത് ഈ രാജ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതിന് നമ്മളും എതിർത്തിട്ടില്ല. ആ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കോളി, ഒരു വോട്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയതല്ല വേണ്ടത്. പക്ഷേ അത് വഹാബികൾ മൗദൂദികളെ സംബന്ധിച്ചുള്ള അതും പാടില്ല. കാരണം മൗദൂദികളെ ഈ രംഗത്തിറക്കാൻ പാടില്ല. അവർക്ക് നമ്മുടെ ബിദഈ പ്രസ്ഥാനത്തിന് അതിന് പുറമെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടെന്നത് കൊണ്ട് എല്ലാവരും അതിനെ വെറുക്കുന്ന സാധനമാണ്. അതങ്ങനെ ഏതായിരുന്നാലും ഇന്ന് നമ്മൾ ഈ പറയുന്ന ബഹുമാനിക്കുന്ന ആൾക്കാർ അവരൊക്കെ അതിന് പിന്തിരിയാണെന്ന് നമുക്ക് പറയാനുള്ളത്. സമസ്തയുടെ തീരുമാനമാണ്. അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. തെർക്കുൽ മുവാലാത്തുണ്ട്. അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. കെട്ടാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മയ്യത്ത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ പഠിപ്പിച്ചു തന്നെയാണ്. അതൊക്കെ അത് നമ്മുടെ ബുക്കിൽ മാത്രമല്ല, നമ്മൾ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ബുക്കിൽ എഴുതിയേ ഉള്ളൂ. ഇത് നിലനിൽക്കണമല്ലോ. ഇത് നിലനിൽക്കാതെ പരസ്യമായതിനെ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളി പോലെ അവരെ സമ്മേളനം, അവരെ ബൈത്ത് സക്കാത്ത്, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു ബൈത്ത് സക്കാത്ത് ഉണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് ഈ ബഹുമാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. നമുക്ക് അറിയാം എന്താ ഈ ബൈത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. നടന്നില്ല. അതൊക്കെ ഏറ്റവും പ്രചരിപ്പിച്ച് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തിരക്കടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ നിലക്ക് നമ്മൾ സമസ്ത പറയുന്നിടത്ത് എല്ലാവരും നിൽക്കുക, നമ്മൾ ഉമറാക്കൾ നിൽക്കുക. സമസ്ത നമ്മുടെ ദീനാണ്, അത് വൃത്തി വേണം, എന്നാലേ ബാക്കിയുള്ളതൊക്കെ വൃത്തിയാവുള്ളൂ. അത് വിട്ട് കളിക്കാൻ പാടില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. നമ്മൾ സത്യം പറയാവൂ. നമ്മൾ പിന്നെ എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ തന്നെ ഈ ഒരു മതേതര രാഷ്ട്രം എന്ന നിലയ്ക്ക് സൗഹൃദത്തിൽ നടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഒന്നാണ്. ആ കാര്യത്തിനും അഭിപ്രായക്കേടില്ല. അതേ അവസരത്തിൽ നമ്മളെ അഖീദയും ദീനും അത് വിട്ട് കളിക്കാൻ പാടില്ല. അത് വിട്ട് കളിക്കാത്ത ഒരു നിലപാടിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഇവിടെ പ്രസംഗിക്കാൻ ആളുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോട് നമുക്ക് വിരോധമല്ല, എല്ലാവരും നന്നാവണം. എല്ലാവരും CIC ഞാൻ പറഞ്ഞു, CICയിലെ ഹക്കീം ഫൈസി അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെയും നമുക്ക് നന്നാക്കി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അയാളോടൊരു വിദ്വേഷം നമുക്കില്ല. അദ്ദേഹത്തിന് ചില പേച്ച ചിന്താഗതികളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വന്നാൽ ആ നിലക്ക് നമുക്ക് എന്താക്കാം, മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട് തങ്ങന്മാരെ പോലീസ പഠിപ്പിക്കുന്നവര്, നമ്മളെ പഠിപ്പിക്കുന്നവര്. അവരൊക്കെ ആരായിരുന്നു അറിയോ? അവര് പലരും പൂക്കോയ തങ്ങളുടെയും ബാഫി തങ്ങളുടെയും തങ്ങളെ ഭാഗത്ത് അതിന് പൂക്കോയ തങ്ങളുടെ തലയിൽ 5-6 മുളപ്പിച്ചവരാ. കേട്ടിട്ടുണ്ട്? മുദ്രവായും കേട്ടിട്ടുണ്ടോ? 5-6 മുളപ്പിക്കും അറിഞ്ഞിരുന്നു. അന്ന് അവരൊരു വിമത ലീഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതാ. മുദ്രാവാക്യം വിളിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടിയിട്ട്. അവരാണ് ഉമ്മർ ഫൈസിനൊക്കെ ഇപ്പം തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കാൻ വരുന്നത്. അന്ന് നമ്മൾ തങ്ങന്മാരെ കൂടെ തന്നെയായിരുന്നു. തങ്ങന്മാരെ പോലീസ്, ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ ഔലിയാക്കളാന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു.
ഈ നിലക്ക് കോലം മാറിയവർ, ഇപ്പോൾ നമ്മളെ ആ കൂട്ടത്തിലൊക്കെ ഉള്ള നമ്മളെ ഇവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതാണ് പറയാനുള്ളത്. അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. അള്ളാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പറയാനുള്ളൂ. ഈ സമസ്തയുടെ തീരുമാനത്തോട് കൂടെ നിൽക്കുക എന്നുള്ള ആ പാരമ്പര്യവും പൈതൃകവും അത് നിലനിർത്താൻ ലീഗിൻ്റെ നേതൃത്വവും തയ്യാറാവണം. ലീഗിലെ വഹാബികൾ വരെ സമസ്ത പറയുന്നതിനൊരു എതിരും പറഞ്ഞിട്ടില്ല, സമസ്തയുടെ തീരുമാനത്തെ എതിർത്തിട്ടില്ല. അങ്ങനെ ഉദാഹരണത്തിന് പെണ്ണുങ്ങളെ സംവരണം വന്ന സമയത്ത് സമസ്തയോട് ലീഗ് എഴുതി ചോദിച്ചിട്ടുണ്ട്. സംവരണം പെണ്ണുങ്ങൾക്ക് 30% സംവരണം വന്നാൽ അവിടെ നമ്മളെ പെണ്ണുങ്ങൾക്ക് മത്സരിച്ചുകൂടെങ്കിൽ ഭരണമൊക്കെ മറ്റോല് കൊണ്ടുപോകുമല്ലോ, നമുക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട സമദാനി സാഹിബാണ് എന്താക്കിയത്, ആ ഒരു പ്രമേയം നമ്മളെ സമസ്തയിൽ കൊണ്ടുവന്നത്. അതിന് വളരെ ആലോചിച്ച് മുഷാവറ, ഒരു ലുറൂറത്തിൻ്റെ നിലക്ക് വളരെ നിബന്ധനയോടെ മത്സരിക്കാൻ, ഒരു പെണ്ണെന്ന നിലക്ക് എന്തൊക്കെ അച്ചടക്കം വേണോ ആ നിലക്കൊക്കെ മത്സരിക്കാമെന്നുള്ളൊരു അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമസ്ത ഒരു തീരുമാനം എടുക്കും വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധിച്ച് തെറ്റുകളും കുറ്റങ്ങളും കൂടാത്ത നിലക്കുള്ള പരിപാടികളാണ് നടപ്പാക്കുക. അതിലൊരു സംശയമില്ല. ആരെയും കണക്കിലെടുത്തുകൊണ്ട് ഒരു വിവേചനം കാണിക്കാത്ത രൂപത്തിലാണ് സമസ്ത ചെയ്യാറുള്ളത്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ആർക്ക് മഹത്തുണ്ടെങ്കിലും, അഹ്ലുബൈത്തിന് മഹത്തുണ്ടെങ്കിലും ആള് നന്നാവണം, സലാഹിയത്ത് വേണം. സലാഹിയത്തില്ലാത്തല്ല. ഇപ്പം നമ്മൾ അബൂലഹബിന്റെ കഥ നമ്മൾ പറയല്ലേ, അബൂലഹബ് നബീന്റെ മുത്താപ്പല്ലേ. ഫിർഔനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പിന്നെ അബൂജഹലിനെ സംബന്ധിച്ചോ ഒന്നും ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയില്ല. അബൂലഹബിനെ കുറിച്ച് ആ സൂറത്ത് ഇറങ്ങിയ തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞിട്ട് നശിച്ചവനാണ്, നരകത്തിലാണ്, ഓനും അവൻ്റെ പെണ്ണും ഒക്കെ നരകത്തിലാണെന്ന് ആ തബ്ബത്ത് യദാ അബീൽ പറയുന്നത്. ആരാണത്? റസൂലുള്ളാഹിന്റെ മുത്താപ്പയാണ്. എന്തുകൊണ്ട്? സലാഹിയത്തില്ല, വൈപയച്ചു പോയി. തങ്ങൾ മൂത്താപ്പല്ലേ, അങ്ങനെ പറയത് പഠിച്ചോണെങ്കിൽ നമുക്ക് പറയായിരുന്നോ? പറയാൻ പറ്റൂല. അതാണ് നമ്മൾ പഠിപ്പിച്ചത്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല മിൻ ദുരിയത്തി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിനെ അല്ലാഹു തആല ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കുട്ടിയുണ്ടായി, കുട്ടീനെ അറക്കാൻ പറഞ്ഞു, തീയിലിട്ടു. അങ്ങനെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. ഫഅതമ്മഹുന്ന അതൊക്കെ വിജയിച്ചു, ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു. അതിനുശേഷം അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമെ, നിന്നെ ഞാൻ ലോകത്തിന് ഇമാമാക്കാൻ, ലോക ജനതയ്ക്ക് ഇമാമാക്കാണ്. കാരണം അത്ര തീക്ഷ്ണമായ പരീക്ഷണം കൊണ്ട് വിജയിച്ച ആളാണല്ലോ, അതുകൊണ്ട് ജനാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് ഒരു ആശയം കൂടി ഉണ്ടായി, ഇന്നെ മാത്രമാക്കിയാൽ പോരാ, ഖാല ഉമിൻ ദുരിയത്തി, എൻ്റെ കുട്ടികളെയൊന്നും അങ്ങനെ കുറേ ആളാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ സന്താനങ്ങളിൽ നിന്ന് പരമ്പരയിൽ നിന്ന് എന്താക്കണം, കുറച്ച് ആൾക്കാരാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അത് സന്താനങ്ങളിൽ ളാലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഓൽക്ക് കിട്ടൂല, വൈപയച്ചവരുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. നൂഹ് നബിൻ്റെ മകനെ സംബന്ധിച്ച് നൂഹ് നബി വെള്ളപ്പൊക്കമായപ്പോൾ മകനോട് പറഞ്ഞു, യാ ബുനയ്യർക്കം മഅന, കപ്പലിൽ കാരിക്കും മോനെ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ആ മല കയറിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം, നിങ്ങളുടെ കപ്പലിൽ ഞാനില്ലാന്ന് പറഞ്ഞു. കന്ന എന്ന് പറഞ്ഞു മകന്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വക്കാന മിനൽ മുറക്കീൻ, അവന് മുങ്ങി ചത്തുപോയി. നൂഹ് നബിൻ്റെ മകനായതുകൊണ്ട് അയാൾക്ക് രക്ഷയൊന്നും കിട്ടിയില്ല. ഇബ്രാഹിം നബിൻ്റെ ബാപ്പ ആയതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല. അദ്ദേഹം ബിംബം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദീൻ എന്ന് പറയുന്നത് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ ജീവിക്കുന്നവർക്കാണ് മഹത്വമുള്ളത്. അല്ലാതെ നമ്മളെ ബോഡിക്കൊന്നും ഒരു മഹത്വമില്ല. ബോഡി അല്ലാതെ ഒരുവണം തന്നെയാണ്. പക്ഷേ അതിൽ ദീനുണ്ടോ? ദീനുണ്ടെങ്കിൽ ഉന്നതനാണ്, ദീനില്ലെങ്കിൽ മോശമാണ് ആൾ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ അങ്ങനെ ഒരു സങ്കല്പം ഒരു വീട്ടിൽ ഒരു സംഗതിയിൽ ഉണ്ടാക്കുക വലിയൊരു മഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ കളഞ്ഞാൽ കളിയും തന്നെ. അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന മഹാത്മാവ്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പരിശുദ്ധാത്മാവ്, തെറ്റുകൾ തീരെ കറക്റ്റ് ജമാഅത്ത്. ഈ സമ്മേളനമാണെങ്കിലും ഇശാക്ക് ബാങ്ക് വിളിച്ചാൽ നേരെ പള്ളിയിൽ പോകും, നിസ്കരിക്കും. പള്ളിയിലെ തൊട്ടടുത്ത് അദ്ദേഹം അപ്പുറത്തിന് മുണ്ടിട്ട് നിസ്കരിക്കും. ആ നിസ്കാരം വീണ്ടും തിരിച്ചു വരും. നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും തയ്യാറില്ലാത്ത ഒരു മഹാത്മാവ്. അത് എല്ലാവർക്കും അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, തങ്ങളെ എല്ലാവർക്കും ബഹുമാനമാണ്.
മഹാത്മാക്കളായ ആളുകൾ ആ മഹാത്മാക്കളായി ജീവിച്ചാൽ എല്ലാ വിഭാഗവും മാനിക്കും, ആദരിക്കും, ബഹുമാനിക്കും. ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആണ് സമസ്തയുടെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനവും ഇന്ന് വിദ്യാഭ്യാസ ബോർഡ് കോടികളുടെ ആസ്തിയുണ്ട്. ഈ കോടികൾ എങ്ങനെ കിട്ടി? ഫസ്റ്റ് അതിന്റെ ഫണ്ടിങ് തന്റെ സ്വന്തം നാട്ടിൽ കൊയിലാണ്ടിയിൽ ഒരു വാഴ് പരമ്പര വെച്ചിട്ട് 200 ചില്ലറ രൂപ പിരിച്ചെടുത്ത്, അതായിരുന്നു ബേസിക് ഫണ്ട്. ആ രീതിയിൽ സമസ്തയെ വളർത്തി ഉയർത്തിക്കൊണ്ടുവന്ന മഹാത്മാവ്. അക്കാലത്ത് എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുക സാധ്യമല്ല, പക്ഷെ എല്ലാ കൊല്ലവും ഹജ്ജിന് പോയ മഹാത്മാവ് സമ്പന്നനും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിക്കുന്ന സമയത്ത്, അവസാനത്തെ ഹജ്ജിന് പോകുന്ന സമയത്ത് തന്റെ മകൻ സയ്യിദ് ഹംസ ബാഫഖ് തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഹംസ ബാഫഖ് തങ്ങൾ അദ്ദേഹം കോഴിക്കോട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ എഴുതി വാങ്ങി തിരിച്ചു പോകാൻ വേണ്ടി ഡോക്ടർ എഴുതിയ മരുന്നുകളുടെ എണ്ണം വാങ്ങി മെഡിക്കൽ ഷോപ്പിൽ കറക്റ്റ് എണ്ണം കിട്ടാനില്ല. എത്ര 19 26 എത്രയോ എണ്ണം ആണ് കിട്ടിയത് കടയിൽ നിന്ന്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരെ കുടിക്കാനുള്ള എണ്ണം മരുന്നില്ല. ഇത്ര മരുന്ന് ഗുളിക കിട്ടിയിട്ടുള്ളൂ ഉപ്പ, ഞാൻ വേറെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടാ ഉപ്പോടെ നിൽക്കി എന്ന് പറഞ്ഞു. ഇത്ര ഗുളിക കിട്ടിയായിരുന്നു. അന്നവിടെ നിൽക്കട്ടെ, അത് മതിയാവും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് മതിയാവില്ലപ്പക്ക്, നമുക്ക് പോരുമ്പോഴേക്ക് ഇത്ര മാസാവില്ലപ്പ, ഞാൻ കൊണ്ടുവരാം. അല്ലല്ല, അത് മതിയാവും എന്ന് പറഞ്ഞു. കറക്റ്റ് ആ ഗുളികന്റെ എണ്ണം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വഫാത്തായത് എന്ന് അനുഭവസ്ഥരായ ആളുകൾ പറയുന്നു. അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഹജ്ജൊക്കെ കഴിഞ്ഞ് ആ പരിശുദ്ധമായ രാവിലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അടുത്തുള്ള ആളുകൾ പ്രയാസം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞത്, എന്നെ ഖിബിലയിലേക്കൊന്ന് തിരിച്ചു കടത്തി. എന്താ? രോഗിയായി കിടക്കുമ്പോഴും മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഖിബിലാക്ക് മുന്നിട്ട് കിടക്കുന്ന സുന്നത്ത പ്രയാസപ്പെട്ടവർ ചെരിച്ച് കിടത്തി. ആ സമയത്ത് പോലും ആ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. വേറൊന്നും ചിന്തിച്ചില്ല. മരണത്തിന്റെ വെപ്രാളത്തിൽ മറ്റു കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കാൻ കഴിഞ്ഞില്ല. തന്റെ റബ്ബും തന്റെ ദീനും തന്റെ അള്ളാഹും തന്റെ റസൂലും തന്റെ ഖബറും തന്റെ സ്വർഗവും തന്റെ മറ്റു ജീവിതവും, ഇത് മാത്രം അദ്ദേഹം ആലോചിച്ചത്. അങ്ങനത്തെ വലിയ മഹാത്മാവാണ് സമസ്തയുടെ മറ്റൊരു പ്രധാനി. അദ്ദേഹം കേരളക്കാരനാ? അല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് ഇതുപോലെ യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ് ഈ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വന്നത്. ഇതൊക്കെ ഇവരെ തലമുറയിൽ, പിൻതലമുറയിൽ വരുന്ന ഈ ബാഫഖ് തങ്ങൾ ഇവിടെ സമസ്തയെ സംരക്ഷിക്കാനും ബിദ്അത്തിനെ എതിർക്കാനും വേണ്ടി വരുന്ന നേരത്തെ അള്ളാഹു പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട മഹാത്മാവാണ് ഒപ്പത്തിനൊപ്പം തൊട്ടു ബാക്കിൽ കടന്നു വന്ന മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ശംസുൽ ഉലമ ഒരു മഹാപ്രതിഭാസായി നമുക്കൊക്കെ അറിയാം. മരണപ്പെട്ടു പോയ ശേഷമാണ് പലർക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ നടക്കും, അത് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത്ര വലിയ മഹാനായിരുന്നു. ഹദീസിലുണ്ട്, അള്ളാഹുവിന് ചില അടിയാറുകളുണ്ട്, അവർ കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവരുടെ ബഹുമാനം കൊണ്ട് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ ഗണത്തിൽപ്പെട്ട മഹാത്മാവായിരുന്നു ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാത്മാവും അസ്ലു മലബാരിയല്ല, കേരളക്കാരനല്ല, ഇന്ത്യക്കാരനല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വ തലമുറയിൽപ്പെട്ട മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ റഹ്മഹുല്ലാ കടന്നു വന്നത് യമനിലെ ഇതേ ഹദ്റമൗത്തിൽ നിന്നാണ്. ഒക്കെ യമനിലെ ഹദ്റമൗത്തിൽ നിന്ന്. ഹദ്റമൗത്തിൽ തെരീന്ന് അറിയ പട്ടണമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, അതും കഴിഞ്ഞു മഹാനായ സയ്യിദ് പാണക്കാട് പൂക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ബാഫഖ് തങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ബാഫഖ് തങ്ങൾ സമസ്ത പട്ടിക്കാട് ജാമിയയുടെ പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് തന്റെ സഹായിയായി ഉണ്ടായിരുന്ന ബഹുമാന്യനായ നമ്മെ ഒരു പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ. ഒരു യാദൃശ്ചികമായ സംഭവം, പാണക്കാട് പൂക്കോയ തങ്ങളുടെ മഹത്വം പറയുമ്പോഴാണ് മഹാനവർ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം സമസ്തക്ക് കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അപ്പൊ പാണക്കാട് പൂക്കോയ തങ്ങൾ അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയ സ്ഥാപിക്കുന്ന സമയത്ത് ബാഫഖ് തങ്ങളുടെ തൊട്ട് സഹായി ഒപ്പത്തിനൊപ്പം ഉണ്ടായെന്ന് മാത്രമല്ല, പിന്നീട് പട്ടിക്കാട് ജാമിഅ നൂരിയന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, സുന്നി യുവജന സംഘം എന്ന സമസ്തയുടെ ഏറ്റവും വലിയ പ്രബലമായ യുവജന ഘടകത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മഹാത്മാവായിരുന്നു മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ. മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ തൊട്ട് കടന്നു വന്ന അങ്ങനത്തെ പണ്ഡിതന്മാരുടെ പരമ്പര ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമസ്തയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന മഹാത്മാക്കൾ മുഴുവൻ മാത്രമല്ല, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സമസ്തയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ആരാണ്?
മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഈ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ഹിമ്മത്തും അദ്ദേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹവും ഈ നാട്ടുകാരനല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ പരപ്പനങ്ങാടിയിൽ കപ്പലിറങ്ങി മമ്പറം തങ്ങളടുത്ത് വന്ന് മമ്പറം തങ്ങൾ അദ്ദേഹത്തെ കൊടുങ്ങിയിലെ കാദിയാക്കി നിശ്ചയിച്ച മഹാനാണ്. ഇതേ യമനിലെ ഹദ്റമൗത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നവരാണ് അവരുടെ പൂർവികർ. ഇവരാണ് സമസ്തയുടെ നായകന്മാർ. ഒരു ബറക്കത്തുള്ള വിഭാഗം. എന്താ യമൻ, എന്താണ് ഹദ്റമൗത്ത് എന്ന് ചോദിച്ചാൽ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങൾ ഷാം നാട്ടുകാർക്ക് ബറക്കത്ത് ചെയ്യണേ, അതുപോലെ യമൻ നാട്ടിന് ബറക്കത്ത് ചെയ്യണമേ. അപ്പൊ നജിദ് നാട്ടുകാരാണ് തൊട്ടത് നിൽക്കുന്നത്. നജിദ് എന്ന സൗദിന്റെ ഒരു ഭാഗ. വഫീ നജിദിനാ, ഞാൻ നജിദിനും കൂടി എന്താ ദുആ ചെയ്യും ബറക്കത്തിന്. കാരണം തങ്ങൾ ദുആ ചെയ്ത ഇജാബത്ത് കിട്ടുന്നത് ഉറപ്പാണല്ലോ. തങ്ങൾ വീണ്ടും പറഞ്ഞു, അല്ലാഹു ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ, ഷാമിന് ബറക്കത്ത് ചെയ്യണമേ, യമനും ബറക്കത്ത് ചെയ്യണമേ എന്ന് വീണ്ടും പറഞ്ഞു. വഫീ നജിദിനാ, ഞങ്ങൾ നജിദിന് ദുആ ചെയ്യണേ തങ്ങളെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഹുനാലിക സലാസിൽ, അവിടെയാണ് പ്രകമ്പനങ്ങൾ വരിക. വബിൽ വൽ ഫിതൻ, എല്ലാ ഫിത്തനകളും പൊട്ടിപ്പുറപ്പെടുന്ന കേന്ദ്രമാണ് എന്നല്ല. വബിഹ യത്രു ഖർനു ശൈത്താൻ, ശൈത്താന്റെ കൊമ്പ് അവിടെയാണ് ഉദിച്ചുയർന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലത്ത് നമുക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലോകത്താകമാണ് ഈ ബിദഅത്തിന്റെ പ്രസ്ഥാനം ഇത്രമാത്രം ആധിപത്യം സ്ഥാപിക്കാൻ കാരണക്കാരൻ മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനിച്ച നാടാണ് ഈ പറയുന്ന നജ്ദ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീർഘദർശനം നോക്കണം എന്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പ്രത്യേകം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നാടാണ് യമൻ. ആ യമനിൽ തന്നെ ഹദ്റമൗത്ത് ഒരു ജില്ലയാണ്, അതിന് പട്ടണമാണ് തെരീം. ഈ പ്രദേശത്ത് നബിതങ്ങളുടെ പ്രാർത്ഥന ബറക്കത്തുണ്ടെന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ തൊട്ടടുത്ത് കടന്നു വന്നത് ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നപ്പോ നബി തങ്ങൾ വഫാത്തായല്ലോ, ഒരുപാട് ക്രമപ്രശ്നങ്ങൾ. ചില പൊതുവിശ്വാസികൾ മുർത്തദ്ദുകളായി കൂട്ടം കൂട്ടമായി. കള്ളനബിമാർ പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് കലാപകാരികൾ ഭരണകൂടത്തിന് രംഗത്ത് വന്നു. മുസ്ലിം രാജ്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ. സിദ്ദീഖുൽ അക്ബർ ഒക്കെ അടിച്ചമർത്തി വിജയകരമായി. പക്ഷെ ഒരിക്കൽ പോലും ഒരാൾ പോലും സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണകൂടത്തിനെതിരെ വരാതെ തന്റെ കൂടെ ഭരണകൂടത്തിന് സപ്പോർട്ടിൽ ഉറച്ചുന്ന ഒരു പ്രദേശമാണ് യമനിലെ ഹദ്റമൗത്തിലെ തെരീം എന്ന പട്ടണം. ഈ അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരീം നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. 3 പ്രാർത്ഥനകൾ. അതിൽ 3ാമത്തെ പ്രാർത്ഥനയാണ് അല്ലാഹു ഈ നാട്ടിൽ നിന്ന് ഏത് കാലത്തും ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും ജനിപ്പിച്ചുകൊണ്ടിരിക്കണേ, മുളപ്പിച്ചുകൊണ്ടിരിക്കണേ എന്ന്. ആ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ബാക്കിയാണ് ഈ സമസ്തക്ക് നേതൃത്വം നൽകിയ അന്ന് തൊട്ട് ഇന്നോളമുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാർ. അതൊരു വല്ലാത്തൊരു സംഘടന, ഒരു ബറക്കത്തുള്ള സംഘടന. യാതൊരു സംശയവും ഈ സംഘടനയെ കുറിച്ച് വേണ്ട. അങ്ങനെയുള്ള മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്ന ആശയം വളരെ ക്ലിയറാണ്. പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ മാർഗത്തിലൂടെ മാത്രമേ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകാവൂ. ആ യഥാർത്ഥ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാവൂ എന്ന് പറയാൻ കാരണം വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ വാക്കെന്നോ? സതഫ്തരിഖു ഉമ്മത്തി 73 മില്ല. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ഉമ്മത്ത് 73 ചിന്താധാരകളുടെ ഉടമകളായി വേർപിരിയും. കുല്ലുഹാ ഫിന്നാർ, അത് മുഴുവനും നരകത്തിലേക്കാണ്. റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാ. നമ്മൾ അവർക്കും നിസ്കാരമില്ലേ, അവർക്കും നോമ്പില്ലേ, അവർക്കും സക്കാത്തില്ലേ, എന്താ ഇപ്പൊ പ്രശ്നമൊക്കെ ഐക്യമല്ലേ വേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അങ്ങനത്തെ ഒരു ഐക്യത്തിന്റെ പ്രശ്നം ഇല്ല. പൊതു പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ഐക്യപ്പെടാറുണ്ടല്ലോ. അല്ലാതെ മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ ബിദഅ പാർട്ടികളെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കുല്ലുഹാ ഫിന്നാർ, ഇത്തരം എല്ലാ പ്രസ്ഥാനങ്ങളും നരകത്തിലേക്കാണ്, ഇല്ലാ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെയെന്ന് ഹബീബ് സത്യം മാത്രം പറയുന്ന ഹബീബിന്റെ നാവ് കൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഖീല, ഒരു സ്വഹാബി ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ആരാണ് ആ സത്യവിഭാഗം, സ്വർഗവിഭാഗം? അപ്പൊ തങ്ങൾ പരിചയപ്പെടുത്തുന്ന മാ അന അലൈഹി വസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും സഞ്ചരിച്ച പാത മനസ്സിലാക്കി ആ പാതയിലൂടെ കടന്നു പോകുന്നവരാണ് സത്യവിഭാഗമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതൊന്ന് ശ്രദ്ധിച്ചോ? അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ് സ്വർഗ്ഗക്കാരെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല.
മുജാഹിദ് ഏത് ഗ്രൂപ്പ് ഒന്ന് പ്രസംഗിച്ചാലും പറയും ഖുർആനും സുന്നത്തും സ്വീകരിച്ചോ, ഖുർആനും സുന്നത്തും സ്വീകരിച്ചോ. ജമാഅത്ത് ഇസ്ലാം ഇപ്പൊ പ്രസംഗിക്കൂല, കാരണം ഒരു മതസംഘടന മാറ്റി രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പൊ ജമാഅത്തിന്റെ മതസംഘടന നിലവിലില്ല. ജമാഅത്തുകാരങ്ങനെ മതപരമായ സംഘടന ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ അവർ പറയും ഖുർആനും സുന്നത്തും സ്വീകരിക്കണം, ഖുർആനും സുന്നത്തും സ്വീകരിക്കണം. തബ്ലീഗ് ജമാഅത്തും അതന്നെ പറയും. ഏതൊക്കെ വിദാഴി കക്ഷികൾ ലോകത്തുണ്ടോ അവരൊക്കെ പറയുന്നത് ഖുർആനും സുന്നത്തും അംഗീകരിക്കണം. ഇടക്കാലത്ത് ചേകനൂർ മൗലവി എന്നൊരു മൗലവി ഉണ്ടായിരുന്നു. ആ മൗലവി 5 നേരം നിസ്കാരമല്ല 3 നേരം മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളാണ്, തെളിവുദ്ധരിച്ച ആളാണ്. അയാൾ പോലും പറഞ്ഞത് അയാളെ സംഘത്തിന്റെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന സൊസൈറ്റി. മുജാഹിദ് നൂർ പച്ചയായി പറയും ഖുർആനും സുന്നത്തും അംഗീകരിച്ചാൽ മതി, സഹാബാക്കൾ നമുക്ക് തെളിവല്ല, താബിഈങ്ങൾ തെളിവല്ല, താബിഈങ്ങൾ തെളിവല്ല, നഹ്നു റിജാൽ വഹും റിജാൽ, നമ്മൾ ആണുങ്ങളാണ് അവരും ആണുങ്ങളാണ്, കൂടുതൽ അറിവ് ആർക്കാച്ചാൽ അവർ കൂടുതൽ അറിവുണ്ടാകും. അല്ല ഖുർആന്റെ ഹദീസിന്റെ അപ്പുറത്ത് ആരും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാ അള്ളാന്റെ റസൂൽ പറയേണ്ടത് അതാണ് ശരിയെങ്കിൽ ആരാണ് ആ സത്യവിഭാഗം എന്ന് ചോദിക്കുമ്പോൾ മൻ യത്തബിഉഹുൽ ഖുർആൻ വസുന്ന, ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ്, അവരാണ് സത്യവിഭാഗം. തങ്ങൾ പറയണ്ടേ? തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. തങ്ങൾ അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും സഞ്ചരിച്ച പാതയിൽ പിന്തുടരുന്ന ആളുകളാണ് സത്യവിഭാഗം. ഞാനെന്ന് പറഞ്ഞാൽ സുന്നത്ത്, നബി തങ്ങൾ ഹദീസ്, നബി തങ്ങൾ ഖുർആന്റെ വ്യാഖ്യാനം കൊടുത്തു, അവ ഖുർആനും ഹദീസിൽ ഉൾക്കൊണ്ടു. പക്ഷെ ഖുർആനും സുന്നത്തും എല്ലാവരും പറഞ്ഞിങ്ങനെ രംഗത്ത് വരും. ആർക്കും ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിക്കാൻ വളച്ചൊടുക്കാൻ ഒരു പ്രശ്നമല്ല. പക്ഷേ ഖുർആന്റെ ഹദീസിന്റെ യഥാർത്ഥ വ്യാഖ്യാനം, യഥാർത്ഥ വിശദീകരണം, അതിന്റെ യഥാർത്ഥ ഉള്ളടക്കം അറിഞ്ഞ് പ്രവർത്തിച്ച ലോകത്തെ ഒരേ ഒരു തലമുറ, ആദ്യത്തെ തലമുറയാണ് സ്വഹാബാ കിറാം. 100,000 പേർ ആളുകളുണ്ട്. അവര് റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അല്ലാഹുവിന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ എന്നും എന്ന് വർഷിക്കുമാറാകട്ടെ. കാരണം ഖുർആനും ഹദീസും പൂർണ്ണമായിട്ട്, ഇസ്ലാം പൂർണ്ണമായിട്ട് നേരെ നബി തങ്ങൾ വഫാത്തായില്ലേ, അതിൽ പൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ആദ്യത്തെ തലമുറ സ്വഹാബത്താ. അപ്പൊ ആ സ്വഹാബത്തിനറിയ ഖുർആന്റെ ഹദീസിന്റെ ഉള്ളടക്ക പ്രകാരമുള്ള യഥാർത്ഥ ഫത്വകൾ, മതവിധികൾ, ആശയങ്ങൾ എല്ലാം അറിയും. ഖുർആന്റെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ അതനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട മതവിധികളെ അംഗീകരിക്കുക. അതാണ് സ്വഹാബത്തിന് അടിവരയിട്ട് തങ്ങൾ പറയാൻ കാരണം. ഇല്ലെങ്കിൽ തോന്നിയമാതിരി വ്യാഖ്യാനിക്കാൻ എന്തൊക്കെ വ്യാഖ്യാനിക്കാം. മുജാഹിദ് പ്രസ്ഥാനം വന്നു, അവർ പറഞ്ഞു ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി തടയരുതിട്ടോ, അവർ പള്ളി പോയിക്കോട്ടെ. അപ്പൊ ആൾക്കാർ വിചാരിക്കും ആ ശരി തന്നെയല്ലേ, അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത്, പെണ്ണുങ്ങൾ പള്ളി പോയിക്കോട്ടെ. ഖുർആന്റെ ആയത്ത് വരിവരിക്ക് ഇങ്ങനെ ഓതും, ഒക്കെ പറയും അപ്പൊ പെണ്ണുങ്ങൾ പള്ളി പോയിക്കോട്ടെ, ആണുങ്ങളുമായി തന്നെ മോമിനിങ്ങൾ പേരുള്ള പെണ്ണുങ്ങളും ഇങ്ങനെ പറയും. സത്യത്തിൽ അങ്ങനെ പറഞ്ഞ ആർക്കും തെളിവുണ്ടാക്കി അതന്നെയല്ല ചേകനൂർ തെളിവുണ്ടാക്കിയത്. ചേകനൂർ മൗലവി നിസ്കാരം 5 വഖ്താണ്, ഞാൻ കൃത്യം തെളിവുണ്ട്. അഖിമിസ്സലാത്ത തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ വഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്. നബി നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. 5 നേരം കണ്ടല്ല, അങ്ങനെ ഹംസ സ്വലവാ എന്ന് പറയും. മറിച്ച് തങ്ങൾ തറഫൈൻ നഹാർ, ഖുർആൻ പറഞ്ഞ പകലിന്റെ 2 തെല്ലുകളിൽ. അപ്പൊ രാവിലെ നിസ്കാരം, വൈകിട്ട് നിസ്കാരം. വസുലഫം മിനൽ ലൈൽ, പിന്നെ രാത്രി 3 വഖത്ത്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുനസ് സയ്യിആത്ത്, പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ തെറ്റൊക്കെ അല്ലാഹു പുറത്തരും. 3 വഖത്തേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കാൻ ആൾക്ക്. ഇതേപോലെ തന്നെ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പഞ്ചാബുകാരനാണ്. അയാൾ നബിയാണെന്നുള്ളതിന് ഇവരെ വാദം, ഖാദിയാനികളെ വാദം എന്താ? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, മഹാനായ മുഹമ്മദ് നബി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ബിറസൂലിൻ യഅതി മിൻ ബഅദി, തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെ കൊണ്ട്, ഇസ്മുഹു അഹമ്മദ്, ആ പ്രവാചകന്റെ നാമം അഹമ്മദ് എന്നാണ്. അതാണ് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. അവർക്കും തെളിവ് ഖുർആനാണ്. ജമാഅത്തെ ഇസ്ലാമിക് തെളിവ് ഖുർആനാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കണ്ട, ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയാ. ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തും കാഫിറാവും, മുശ്രിക്കാകും. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ മുശ്രിക്കാകും. ഈ ഗവൺമെന്റ് കീഴിൽ ജോലി സ്വീകരിച്ചാൽ മുശ്രിക്കാകും. ഈ രാജ്യത്തെ ഗവൺമെന്റ് കോടതിയിൽ പോയാൽ മുശ്രിക്കാകും. ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിൽ നടക്കുന്ന പാഠശാലകൾ സ്വന്തം മാനേജ്മെന്റിന് കീഴിൽ നടത്തിയാൽ മുശ്രിക്കാകും. അതിൽ കുട്ടികളെ പറഞ്ഞാച്ചാലും മുശ്രിക്കാകും. ഇങ്ങനെയുള്ള തെറ്റായ വാദഗതികൾ ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഖുർആനിൽ ഉദ്ധരിച്ചത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. അപ്പൊ അല്ലാഹു നിനക്ക് മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിന്നെ മാത്രം അനുസരിക്കുന്നു. നിന്റേതല്ലാത്തൊരു ഭരണകൂടത്തെ അനുസരിക്കില്ല. ഭരണകൂടത്തെ അനുസരിച്ചാൽ അവർക്കുള്ള ഇബാദത്തായി. അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ വാദഗതികളൊക്കെ. ഇങ്ങനെ ഖുർആനും ഹദീസും ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, വളച്ചൊടിക്കുകയാണെങ്കിൽ ആർക്കും തെളിവാകും. ആ ഗണത്തിൽപ്പെട്ടതാണ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, അള്ളാഹുന്റെ ദാസികളായ സ്ത്രീകൾ പള്ളി നിങ്ങൾ വിലക്കരുത് കേട്ടോ. അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസ.
ഒരു ഹദീസല്ല, ഹദീസിന്റെ ഭാഗ. അപ്പുറപ്പുറം നോക്കൂല. വിലക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ പള്ളി പോയിക്കോളി എന്ന് പറയുന്ന ഹദീസ് ഉണ്ടോ? ഇല്ലേ ഇല്ല. ഇക്കണ്ട ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. ഈ ഖുർആന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെയുള്ള 6000-ൽ പരം ആയത്തുകളുണ്ട്. ഏതെങ്കിലും ഒരു ആയത്തിൽ, ഏതെങ്കിലും ഒരു ഹദീസിൽ അള്ളാഹിന്റെ റസൂൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നല്ലതാണെന്നോ പുണ്യമാണെന്നോ വാജിബാകേണ്ട പോകണമെന്ന് പ്രോത്സാഹനം നൽകുന്ന ഒരു വാക്ക് വന്നിട്ടില്ല. ഈ തടയുന്ന വാക്ക് അടർത്തിരിക്കും. ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നത്. സത്യത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി കാണാം. ആ ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗമുണ്ട്, പകുതി മുറിച്ചെടുത്തതാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളായ സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി വിലക്കരുത് കേട്ടോ. എന്നാൽ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ആ ഭാഗം വെട്ടിമാറ്റും. വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ഈ ഹദീസ് അപ്പം എന്നാലും തടയണ്ട എന്ന് പറഞ്ഞിട്ടില്ല, നല്ലതല്ല എന്നല്ലുള്ളൂ. ആ മസല അങ്ങനെ തന്നെ. കറാഹത്താണ്. സാഹചര്യമൊക്കെ റെഡിയാണെങ്കിൽ പെണ്ണുങ്ങൾ പള്ളി പോലെ കറാഹത്തോട് ചെയ്ത കുറ്റമൊന്നും കിട്ടൂല, പക്ഷെ കൂലി കുറയും. പക്ഷെ അതിനൊരുപാട് ഉപാധികളുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, വഹാദുൽ ഹദീസ്, ഈ തടയരുത് പറഞ്ഞ ഹദീസ്, വഅംസാലുഹു, ഇതുപോലുള്ള മറ്റ് ഹദീസുകളും, ലാഹിർ ഫീ അൻഹാ ലാ തുംനഉൽ മസ്ജിദ്, പള്ളികൾ സ്ത്രീകൾക്ക് നിരുപാധികം വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ ആശയം. തർക്കല്ല. ലാക്കിൻ, പക്ഷേ ബിശുറൂത്തിൻ ദക്കറഹൽ ഉലമാ, പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ ഷർത്തുകൾക്ക് വിധേയമായി, നിബന്ധനകൾക്ക് വിധേയമായി. അത് പണ്ഡിതന്മാരെ സ്വന്തമാക്കാമല്ല, മഹ്ഫൂദത്തുൽ ഹദീസ്, വേറെ ഓരോ ഹദീസുകളും ഉപാധികളൊക്കെ വേറെ വേറെ പറഞ്ഞിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് അവര്. ഒന്ന് അല്ലാത്തക്കുന മുത്തത്തയ്യിബത്തൻ, അങ്ങനെ എല്ലാം റെഡി ആണെങ്കിൽ തന്നെ ഒരു പെണ്ണ് പോയ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്താ, അവർക്ക് നല്ല സ്മെല്ല് പറ്റൂലേ? പറ്റാഞ്ഞിട്ടല്ല, കാരണം ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നല്ല പരിമളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അന്യ ആണിന് ഒരു ആകർഷകത്വം തോന്നും. നമ്മൾ പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ എല്ലാ പഴുതുകളൊക്കെ അല്ല മുത്തസയ്യിനത്തൻ, ചമഞ്ഞൊരുങ്ങി പോകാൻ പാടില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച പാഠങ്ങളായി പറയണത്. അങ്ങനെ അഥവാ പോകുകയാണെങ്കിൽ തന്നെ വല സിയാബ് ഫാഹിറ, നല്ല വില പിടിച്ച വസ്ത്രം ധരിച്ചു പോകാൻ പാടില്ല. വല ദാത്ത ഖലാഖിൻ യുസ്മഉ സൗതുഹ, പുറത്തേക്ക് കിലുങ്ങുന്ന പാദസരം പോലുള്ള ആഭരണങ്ങൾ അണിയാൻ പാടില്ല. കിലുങ്ങുന്ന ആഭരണം പാടില്ല. പഠിച്ചോനെ എന്തിനാ കിലുങ്ങിയപ്പോ എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ ചോദിക്കും നമ്മളെ ആളുകൾ. ശരിക്കും പറഞ്ഞാല് ഒരു പെണ്ണിങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ, അത് അള്ളാന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്, ഡാൻസ് ചെയ്യുമ്പോ കാൽ ചലങ്കയില്ലാതെ ഡാൻസ് ചെയ്യുന്നതും ചലങ്കയോട് ഡാൻസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചലങ്ക ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അതിന്റെ സൗകുമാര്യം വർദ്ധിക്കും. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിലായി ഖുർആനി ശർഹ് മുസ്ലിമായി പറയും, സ്വഹീഹ് മുസ്ലിം ശർഹ് മുസ്ലിമായി ഷർഹാണി പറയുന്നത്, വലാ ദാത്ത ഖലാഖിൻ യുസ്മഉ സൗതുഹ, പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന കിലുങ്ങുന്ന ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. തുടർന്ന് അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ച ആശയം പറയുന്നു, വലാ ശാബത്തൻ, യുവതിയാകാനും പാടില്ല. യുവതിയാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യുവതികളെ പോലെ കണ്ടാൽ ആകർഷകത്വം ജനിക്കുന്ന കിഴവികളും ആകാൻ പാടില്ല. എന്നിട്ട് തീർന്നോ? അല്ല, 7 ഉപാധിന്റെ അല്ല യകൂന ഫി ത്വരീഖി മാ യുഖാഫ് ബിഹി മഫ്സദത്തുൻ, പോകുന്ന വഴിക്ക് ഫസാദിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഫിത്തനകൾക്കും ഫസാദിനും. എന്താ ഫിത്തന ഫസാദിനെ? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോലൊന്നുമല്ല. ഒരു അന്യ പെണ്ണിന് നേരെ ഒരാണ് ദൃഷ്ടി ഉയർത്തി നോക്കുന്ന സാഹചര്യം ഫിത്തനയാണ്, ഫസാദാണ്. കൃത്യമായി ഫസാദ് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഒരാണ് പോലും ഒരു പെണ്ണിനെ ബോധപൂർവ്വം കണ്ണുയർത്തി നോക്കൂല. കാരണം ഖുർആൻ ഉൾക്കൊള്ളുന്ന ആളുകൾ അവര്. നബിയെ, നിങ്ങൾ മുഅ്മിനുകളോട് പറയണം അവരുടെ ദൃഷ്ടി താഴ്ത്താൻ. എങ്ങനെ ദൃഷ്ടി താഴ്ത്താ? പോകുന്ന വഴിക്ക് ബൈ ചാൻസ് ഒരു പെണ്ണ് ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടനെ ആ ദൃഷ്ടി താഴ്ത്തും, അങ്ങോട്ട് നോക്കൂല. അമ്മാതിരി സ്വഹാബികളെ കാലത്താണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, തടയരുത്, എന്നാലും വീട്ടിൽ വെച്ച് നിസ്കരിക്കലാ ഉത്തമം. അപ്പൊ ശരിക്ക് ആകത്തുക പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു തരം കിഴവികൾക്കാണ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ ചാൻസ് ഉള്ളത്. സാഹചര്യം ഒക്കെ റെഡിയാണെങ്കിൽ പറഞ്ഞൊക്കെ ഒക്കുകയാണെങ്കിൽ. എന്നാ തന്നെ ഫിത്തനകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ് തുടർന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എത്രയോ കിഴവികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്തകൾ ഞാൻ നിങ്ങൾ വായിക്കാറുണ്ട്. 70കാരി ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവമാണ്. താഴെ വീണ് കിടക്കുന്ന ഏത് സാധനങ്ങളും ചിലപ്പോൾ പൊറുക്കിയെടുക്കാൻ ആളുകൾ വരും. അണ്ണാച്ചികൾക്കൊന്നും സാധനങ്ങൾ പൊറുക്കണ്ടിട്ടില്ലേ?
വകുല്ലു കാസിദത്തിൻ യൗമല്ലഹാ സൂഖു, ഒരു മാർക്കറ്റുള്ള സ്ഥാനത്ത് ചിലപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് കൂടും. അപ്പൊ ഈ കിഴവികളാണെങ്കിലും സംഭവം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആകെ ചാൻസ് ഉള്ളത് ഇതേ ഉള്ളൂ. നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി വില പിടിച്ച മത്സരമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് തനി കിഴവികളെ കസേരയിലൊക്കെ വേറ്റിച്ചിട്ട് ഏറ്റിക്കൊണ്ടുപോകുന്ന അമ്മാതിരി കിഴവികൾക്ക് വേണമെങ്കിൽ പള്ളി പോകാൻ സാഹചര്യമൊക്കെ റെഡിയാണെങ്കിൽ അതിന്റെ അപ്പുറമല്ല. ഇത് ഞാനും നിങ്ങൾ പറയുന്നതല്ല. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞ ഓരോ ഉപാധികൾ ക്രോഡീകരിച്ചുകൊണ്ട് ഷർഹ് മുസ്ലിമിൽ തടയരുത് കണ്ട് പോകാൻ നിൽക്കേണ്ട, ഇന്ന ഷർത്തൊക്കെ വെക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഈ സംശയങ്ങളൊക്കെ അറുതി വരുന്ന ഒറ്റ ഹദീസ് കൂടിയാണ് ശ്രദ്ധ താന്ത്രികമായി പറഞ്ഞു എന്ന് മാത്രം. ഉമ്മു ഹുമൈദിൻ സായിദിയ റളിയല്ലാഹു അൻഹ വനിതാ രത്നം, സ്വഹാബി വനിത പറയുന്നു. ഉമ്മു ഹുമൈദിൻ സായിദിയ ഗോത്രക്കാരിയായ ഉമ്മു ഹുമൈദ് അവർ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിൽ ചെന്നു, തങ്ങളെ നേരിട്ട് കണ്ടു. ഞാൻ തങ്ങളോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ നിങ്ങളെ കൂടെ മദീനയിലെ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്, ഞാൻ വന്നോട്ടെ. അവിടുത്തെ നമ്മൾ മനസ്സിലാക്കണം, ഒരാണ് വന്ന് തങ്ങളോട് ചോദിച്ചിട്ടില്ല ഞാൻ പള്ളിക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. എന്താ പ്രശ്നം? എല്ലാവർക്കും അറിയും ആണുങ്ങൾ തന്നെ പള്ളി വരണ്ട്, പെണ്ണുങ്ങൾ പോകണ്ട പോകുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഉപാധി പാലിക്കണം, വീടാണ് നിസ്കരിക്കൽ ഉത്തമം, ഇങ്ങനെ പറഞ്ഞ ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് എന്നാ ജസ്റ്റ് നിങ്ങളെ പള്ളിയല്ല, നിങ്ങളല്ല ഇമാമ്, ഞാൻ വന്നോട്ട് ചോദിച്ചു, ഇഷ്ടമുണ്ട് എന്നാണ്. അപ്പൊ തങ്ങളോട് മറുപടി, സഹോദരി നിങ്ങൾക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ഇഷ്ടമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ വഹി ഇങ്ങനെ കിട്ടും. അപ്പൊ അള്ളാന്റെ റസൂൽ ഇത്ര കാര്യം സഹോദരി വരുന്ന ഇതിനാണെന്ന് അള്ളാന്റെ റസൂൽ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താണോ, എന്നാൽ തൽക്കാലം വന്നോ, ഇത് നല്ല കാലഘട്ടത്തിലെ വലിയ പ്രശ്നമൊന്നുമില്ല, ഏതായാലും ഞാനല്ലേ ഇമാമിന്റെ ദുആ ഒക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞത്, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ വീട്ടിലുള്ള സ്വകാര്യ റൂമിൽ വെച്ച് നീ നിസ്കരിക്കലാണ് നിന്റെ വീട്ടിൽ തന്നെയുള്ള ഒരു പബ്ലിക് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം. നിന്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ഓപ്പൺ റൂമിൽ നിസ്കരിക്കുന്നതിനാൽ നിനക്ക് നിന്റെ വീട്ടിന്റെ വരാന്തയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. പൊന്നുമോളെ, നിന്റെ വീട്ടിന്റെ വരാന്തയിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് നല്ലത്. ഏതിനേക്കാൾ നിന്റെ ഗോത്രക്കാർ മാത്രം പങ്കെടുക്കുന്ന നിങ്ങൾ തൊടുകയിൽ സ്ഥാപിച്ച പള്ളിയിലെ ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. നിന്റെ ഗോത്രക്കാർ മാത്രം പങ്കെടുക്കുന്ന തൊടുകയുടെ ഉള്ളിലുള്ള സ്വകാര്യ പള്ളിയില്ലേ അതിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഉത്തമം. എന്റെ മദീനയിലെ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അസന്നിഗ്ധമായി പറഞ്ഞ ഹദീസ. ഇപ്പറഞ്ഞ മുജാഹിദ് എന്ന ഹദീസ് ലൈഫാറിനില്ല, ദുർബല എന്ന് പറഞ്ഞില്ല. സൗദിയിലെ ഉത്തരവാദപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിലെ വഹാബി പ്രസ്ഥാന നായകന്മാർ പോലും ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു തർക്കവും പറയാൻ പറ്റില്ല. ഇത് ബുദ്ധിക്കും യുക്തിക്കും അവിടെയും ഇവിടെയും വെട്ടിമുറിച്ച് ദീനല്ലേ, ദീൻ വികൃതമാക്കല്ലേ. നിങ്ങളത് ഗൗരവാലോചിച്ച് നോക്ക്. ഇത്ര കൃത്യമായി പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നുണ്ട്. ഹദീസിന്റെ നിവേദകൻ പറയുകയാണ്, ഈ സഹോദരി കൃത്യമായി ഇത് മനസ്സിലാക്കി നേരെ വീട്ടിലേക്ക് പോയി. കിടപ്പറ തൽക്കാലം വേണ്ട, അതൊരു സുഖല്ല നിസ്കരിക്കാൻ. ആ വീടിന്റെ ഉള്ളിനുള്ളിൽ തങ്ങൾ പറഞ്ഞു നിസ്കരിക്കാൻ മാത്രം ഒരു സ്വകാര്യ റൂം ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തു. അതുണ്ടാക്കി. ആ സഹോദരി ആ പ്രൈവറ്റ് റൂമിൽ മാത്രമാണ് നിസ്കരിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മരിച്ചട് പിരിയുന്നവരെ അവിടെ നിസ്കരിച്ചത്. ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ സൂചിപ്പിച്ച ഇങ്ങനെ കല്ലും നെല്ലും വേർതിരിച്ച് ഓരോ കാര്യങ്ങളും വിശദമായി ബോധ്യപ്പെടുത്തി കൊടുത്ത് മുസ്ലിം സമൂഹത്തെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ നിർണായകമായ ഗണനീയമായ പങ്കുവഹിച്ച ഒരു മഹൽ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് ആ പണ്ഡിത സഭയെ ഇകഴ്ത്തി കാണിക്കാൻ പോകണ്ട, അത് നമുക്ക് വലിയ നഷ്ടം വരുത്തും. ആഖിറത്തിൽ അള്ളാഹുവിന് മറുപടി പറയേണ്ടി വരും. അതിനെ ദുർബലപ്പെടുത്താൻ പോകണ്ട, അതിനെ അസ്ഥിരപ്പെടുത്താൻ പോകണ്ട. അടിസ്ഥാനം അതാണ്, ബേസ്മെന്റ് അതാണ്. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ സമസ്ത വേണം. നമ്മുടെ മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത നിലനിൽക്കണം. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണ്ട. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ൽ കൊണ്ട് ഈ നേർപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട്
യഥാർത്ഥ മുസ്ലിങ്ങളായി സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിച്ചുകൊണ്ട് ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ബഹുമാനിച്ചുകൊണ്ട് ഫിത്നയും കുഴപ്പവും ഫസാദും ഉണ്ടാക്കാതെ നല്ല നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോകാനും വരും തലമുറയ്ക്ക് ഈ ആദർശം കൈമാറാനും അതിനുള്ള കാരണക്കാർ നമുക്കാവാനും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർ വന്യരായ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങളുടെ വഫിയുന്ന പിതാവാണ്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ആണ്ട്. നമ്മൾ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹൈദർ ശിഹാബ് തങ്ങളൊക്കെ ഓർത്തു പോകുമ്പോൾ വലിയ സങ്കടം എപ്പോഴും മനസ്സിൽ വരും. വലിയ സ്നേഹബന്ധമായിരുന്നു. ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. തൃക്കരിപ്പൂരിനടുത്തൊരു പരിപാടിക്ക് പോയി. ഞാൻ 2-3 മിനിറ്റോട് പറഞ്ഞ ആ കാര്യം അവസാനിപ്പിക്കാം. അവിടെ ചെന്നപ്പോൾ നല്ല മഴയാണ്, നബിദിന പരിപാടിയാണ്, മഴച്ചാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഹൈദർ ശിഹാബ് തങ്ങളെ ഉദ്ഘാടനം തങ്ങൾ വരാൻ വൈകുന്ന പ്രസംഗമൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഉസ്താദ് ഇവിടെ താമസിക്കുന്നുണ്ടോ ചോദിച്ചു. തങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു തങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലം എത്ര വൈകി വീട്ടിൽ പോകുന്നു. അല്ല, ഇവിടെ താമസിക്കാൻ വാക്ക് തന്നിട്ടുണ്ട് പറഞ്ഞു. ഭക്ഷണം കഴിവ് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ തങ്ങളെങ്ങനെ ഇവിടെ താമസിക്കാൻ വാക്ക് നിങ്ങൾ എങ്ങനെയുള്ള ബന്ധം എന്ന് ചോദിച്ചു. അത് ഉസ്താദ് ഞാൻ പറയാനൊരു സംഭവമാണ്. എന്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവില്ല. ഒരുപാട് ചികിത്സ നടത്തി ലാസ്റ്റ് മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഗർഭപാത്രം ചെറുതാണ്, ഈ കുട്ടി ഗർഭം ധരിക്കൂല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോനെ വിട്ടു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മരുമകൻ വേറെ കല്യാണാന്വേഷണം ഇവിടെ നിലനിർത്തിക്കൊണ്ട് വേറെ കല്യാണം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇവൾക്ക് വലിയ സങ്കടമായി. 2ാം ഭാര്യയായി നിൽക്കാൻ ആരും ഇഷ്ടപ്പെടുമല്ലോ. 2 ഭർത്താക്കിന് 2 ഭാര്യ ഉണ്ടാകാം. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിൽ മോൾക്കും പ്രശ്നം, എൻ്റെ മൂത്ത മോളാണ്, എൻ്റെ വൈഫിനും വലിയ പ്രശ്നം, അവൾ വലിയ സങ്കടമായി വീട്ടിൽ കരച്ചിലും പിഴിച്ചിലും അങ്ങനെ പോവുകയാണ്. ഞാൻ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ ആളാണ്, സമസ്തന്റെ ആളാണ്. എനിക്ക് ഹൈദർ ശിഹാബ് തങ്ങൾ അറിയാം, മുഹമ്മദ് ശിഹാബ് തങ്ങൾ അറിയാം. മുഹമ്മദ് ശിഹാബ് ആ കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ നേരെ പാണക്കാട്ടേക്ക് പോയി ഹൈദർ ശിഹാബ് തങ്ങളെ കണ്ടു. എൻ്റെ സങ്കടം പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, നിങ്ങളെ പുതിയാപ്പള അവിടെ പറയാം, മരുമകന് പുതിയാപ്പളോട് ഇവിടെ നിന്ന് വരാൻ പറയാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വരാൻ പറയാം തങ്ങളെ, ഒരു ജമാഅത്തിന്റെ ചായവാണ്, ഞാൻ പറഞ്ഞു നോക്കാം എന്നാ പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞു, സമ്മതിച്ചു. കൂട്ടി വന്നു. വന്നിട്ട് ഹൈദർ ശിഹാബ് തങ്ങൾ ചോദിച്ചു, നീ വേറെ കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ ചോദിച്ചു. അല്ല, ഉറപ്പൊന്നുമില്ല തങ്ങളെ, സാധ്യത ഉണ്ടല്ലോ, ഇവൾക്ക് ഇങ്ങനെ ഒരു ശാരീരിക പ്രശ്നം ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണ്. അത് 6 മാസം വെയിറ്റ് ചെയ്യാന്ന് തങ്ങൾ ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് എന്തോ ഒരു നറുക്കുണ്ടാക്കി കൊടുത്ത് ദുആ ചെയ്ത് പറഞ്ഞയച്ചു. 6 മാസത്തിന് മുമ്പ് എൻ്റെ മോള് ഗർഭം ധരിച്ചു. ഞങ്ങൾ ഇതേ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി. അവർ അത്ഭുതപ്പെട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒറ്റവാക്കിൽ ഒരു മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ. മോള് പ്രസവിച്ചപ്പോൾ 3 മക്കളുണ്ട്. അന്ന് മുതൽ ഞാൻ ഖത്തറിലാണ്, നല്ല ബന്ധമാണ് തങ്ങളായിട്ടും. തങ്ങൾ ഞാൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കും, എപ്പോഴും ബന്ധപ്പെടുന്നു. ഗൾഫിൽ നിന്ന് വന്നാൽ തങ്ങളെ പോയി കാണും. ഈ വഴിക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിൽ തങ്ങൾ താമസിക്കാൻ തങ്ങൾ വാക്കുന്നുള്ള ഈ പരിപാടി നിന്ന് വീട്ടിൽ താമസിക്കുക. ഈ വീട് ഞങ്ങൾ മൊത്തം ഒഴിവാക്കിയിട്ടൊക്കെയാണ് തങ്ങൾ ഈ റൂമിലാണ് താമസിക്കുക. അടുത്ത റൂമിലാണ് നിങ്ങൾക്ക് താമസിക്കാം. ഞാൻ രാത്രി വൈകുമ്പോൾ ഞാൻ ദർശനം എടുത്തുന്ന കാലഘട്ടം. അങ്ങനെ ആ നിലക്കുള്ള വലിയ വലിയ മഹത്വമുള്ള മഹാത്മാക്കളാണ് അവരൊക്കെ. യാതൊരു സന്ദേഹവും വേണ്ട. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം. വന്നില്ല, തങ്ങളുടെ വഫാത്തിന്റെ ദിനമാണ് ഈ കഴിഞ്ഞു പോയത്. അദ്ദേഹം ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുവര്യന്മാർക്കും സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർക്കും അവരുടെ തന്നെ സഹോജ്യേഷ്ഠ സഹോദരന്മാർക്കും ഉമർ ശിഹാബ് തങ്ങൾ, ഹൈദർ മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ഒപ്പപ്പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും. അതെ, പ്രത്യേകിച്ച് നമ്മുടെ വർക്കിംഗ് സെക്രട്ടറിയുടെ അഭിവന്ദനായ പിതാവ് മുനീറുദ്ദീൻ ഗൾഫിൽ വെച്ച് അവിചാരിതമായ ചില സംഭവവികാസങ്ങൾപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ള നമ്മൾ കബറടക്കം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെയും മരണപ്പെട്ട ഒരുപാട് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുണ്ട്. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സാദാത്തുക്കളുടെ കൂട്ടത്തിൽ നമ്മൾ അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ അവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുന്ന ഈ പ്രവർത്തകരെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. കാരണം ഇവരാണ് സമസ്തന്റെ ഭാവി. SKSSFിന്റെ മക്കള് ഇവർ സമസ്ത നിലനിൽക്കണമല്ല, വേറെ താല്പര്യമില്ല. മറ്റു പ്രചരണങ്ങൾക്ക് വാസ്തവ വിരുദ്ധമാണ്. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കടന്നു പോകുന്നില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.